പറഞ്ഞോ, എന്താ ഞാൻ ചെയ്യേണ്ടത്? ദേവികയും സിദ്ധുവും തമ്മിലുള്ള കല്യാണം മുടങ്ങും. അതിന് താനൊരു കാരണമാവും. ഞാനോ? അതെ, ചെറിയൊരു നുണ. പണ്ട് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് യുധിഷ്ഠിരൻ പറഞ്ഞില്ലേ, അശ്വത്ഥാമാവ് മരിച്ചു എന്ന്. അതുപോലൊരു നുണ അത് താനും പറയും. തങ്കച്ചി മാഡം, പേടിക്കണ്ടടോ. തനിക്കൊരു കുഴപ്പവും വരാതെ ഞാൻ നോക്കിക്കോളാം. തൻ്റെ സാറിൻ്റെ മക്കളുണ്ടല്ലോ, നിരഞ്ജനും അക്ഷരയും, അവരൊരു അപകടത്തിൽപ്പെട്ടു താൻ വിചാരിക്കാം. താൻ അവരെ രക്ഷിക്കില്ലേ? രക്ഷിക്കും. അത്രേ താൻ ചെയ്യേണ്ടതുള്ളൂ. എല്ലാം ഞാൻ പറഞ്ഞു തരാം. കേട്ട് കഴിയുമ്പോൾ തനിക്ക് മനസ്സിലാവും അറിഞ്ഞുകൊണ്ട് താനൊരു തെറ്റും ചെയ്യുന്നില്ലെന്ന്. അത് സ്വാമിയല്ലേ? അത് സ്വാമിയാ. അപ്പുറത്ത് നിൽക്കുന്നത് തങ്കച്ചി. സ്വാമി ജയശങ്കറിന്റെ വലങ്കൈ. തങ്കച്ചി ഏറ്റവും വലിയ ശത്രു. ഇവര് തമ്മിൽ അവിടെ എന്താ സംസാരിക്കുന്നത്? അതെന്തെങ്കിലും ആവട്ടെ, ഇത്തവണ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടാവരുത്. നമുക്ക് മൊബൈലിൽ റെക്കോർഡ് ചെയ്യാം. എടുക്ക. ഇത് മതി. ഇത് കാണുമ്പോൾ നിരഞ്ജൻ സാറിന് മനസ്സിലാവും, നമ്മൾ ഇത്രയും കാലം പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന്. ഹലോ സർ, ഒരു കാഴ്ച കണ്ട് വിളിച്ചതാ. സ്വാമിയും തങ്കച്ചിയും തമ്മിൽ പൊരിഞ്ഞ ചർച്ച. അതൊരിക്കലും നല്ലതിനാവില്ലെന്ന് സാറിന് അറിയാലോ. എങ്കിൽ അതൊന്ന് കയ്യോടെ സാറിനെ അറിയിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ കണ്ടോ അവരെ? കണ്ടു. ഇത്തവണ പണ്ടത്തെ പോലെ അബദ്ധം പറ്റാതിരിക്കാൻ ഞങ്ങൾ മൊബൈൽ എടുത്തിട്ടുണ്ട് സാറേ. തെളിവ് വേണമല്ലോ. എന്നാ വേഗം അയക്കും. ഇപ്പം അയക്കാം സാറേ. അക്ഷരേ, അക്ഷരേ. എന്താ ഇത് കണ്ടോ? ഇത് സ്വാമിയല്ലേ? കൊള്ളൻ. നമ്മുടെ ശത്രുവായ തങ്കച്ചിയായിട്ട് എന്തിടപാടാ? അത് തന്നെ എനിക്കും അറിയേണ്ടത്. ഇത്രയും നാളും നമ്മൾ സ്വാമിയെക്കുറിച്ച് പറഞ്ഞ ഒന്നും ശരിയല്ലെന്നാണല്ലോ സാറ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് കാണുമ്പോൾ മനസ്സിലായിക്കോളും നമ്മൾ പറഞ്ഞാണ് സത്യമൊന്നും. ഇനി സ്വാമി എവിടുന്ന് അടിച്ചേർക്കണം. അതിന് ഈ തെളിവ് ധാരാളം. അല്ല, എന്തായിരിക്കും അവര് തമ്മിൽ ചർച്ച ചെയ്തത്? 1-2 ദിവസത്തിനുള്ളിൽ എന്തോ ചെയ്തു കളയുന്നാണല്ലോ തങ്കച്ചിയുടെ ഭീഷണി. അതിനെക്കുറിച്ചായിരിക്കും. ആയിരിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സ്വാമി കള്ളനാണെന്ന്. തങ്കച്ചിയുടെ ചാരനായാള്. ഡാഡിയെ ചതിയിൽ കൊണ്ടുപോയി വീഴ്ത്തിയത് മുഴുവൻ ഈ ഒരൊറ്റ ആളാ. ഓ, ഇനിയെങ്കിലും ഡാഡിക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാവും. ഇത്രയും കാലം പറ്റിയത് പറ്റി. ഇനി അബദ്ധമൊന്നും സംഭവിക്കരുതല്ലോ. ദൈവമായിട്ടാ ഇപ്പൊ ഈ വീഡിയോ കിട്ടാൻ കാരണം. നിങ്ങൾ വാ, ഇനി ഒട്ടും സമയം കളയാനാവില്ല. കൈയോടെ തന്നെ നമുക്ക് ഈ വീഡിയോ ഡാഡിയെ കാണിക്കണം.